കിലുക്കിലാം കിങ്ങിണി കിങ്ങിണിച്ചപ്പോൾ ഓടി വാ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലല്ല, ഹംബ്രിയുടെ വീട്ടിൽ എൻ്റെ മക്കൾ വിരുന്നിന് പോയതാണ്. ഒന്നും പറയാനില്ല കേട്ടോ. അവൾ വളരെയധികം സന്തോഷമായിട്ട് അവർക്ക് സദ്യകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഒറ്റയ്ക്കാണ് അത് ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് 7ഓളം പേരുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത മണ്ടോർത്തുരുത്ത്, എല്ലാവർക്കും അറിയാമല്ലോ, മണ്ടോർത്തുരുത്ത് വെച്ച് നമ്മുടെ കൊല്ലത്ത് ചെറിയൊരു നല്ല മനോഹരമായിട്ടൊരു പ്ലേസാണ്. അതിലൂടെ അവർ വെള്ളത്തിൽ സഞ്ചരിച്ചു. ഞാൻ കാണുവാണെങ്കിൽ എൻ്റെ മക്കൾ ഇത്രയും സന്തോഷമായിട്ട് അതിൽ എനിക്ക് പങ്കാളികളാകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പിന്നെ അമ്പിളിയെ വിളിച്ച് പറയുകയാണെങ്കിൽ അമ്പിളി വളരെ ഹാപ്പി ആയിരുന്നു. അതിനോടൊപ്പം ഹിമയുടെ മക്കൾ, ഹിമയുടെ വീടിൻ്റെ അടുത്തുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉണ്ണി എന്ന് പറയുന്ന എൻ്റെ കൊച്ചു തോട്ടപ്പുഴു ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. ഒന്നും പറയണ്ട, അവരെല്ലാവരും വളരെ ഹാപ്പിയാണെന്ന് അവരുടെ മുഖങ്ങളിൽ നിന്ന് കാണാം. പിന്നെ ഞാൻ എന്താ പറയുന്നത്, അവർ രണ്ടുപേരും ഇങ്ങനെ പോവുകയാണ്. അതിനോടൊപ്പം വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അമ്പിളി, അവളുടെ ചിരി, അവളുടെ കണ്ണ് നോക്കുക, കണ്ണൊക്കെ ചുമന്ന് ആകെ വിഷമത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദ നിമിഷത്തിലാണ് ആൾ. എൻ്റെ തോട്ടപ്പുഴു കണ്ടോ പുറകിലിരുന്നുകൊണ്ട് ബാക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനുണ്ട്, അവൻ്റെ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ മനോഹരമായ കാഴ്ച, ആ ദ്വീപിലേക്ക് അവർ ആ വെള്ളത്തിൽ പോകുന്നതിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അമ്പിളി ഇതേ അവിടെ നിന്ന് ഓരോ കഥകളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും പോകാൻ കൊതിയുണ്ടെങ്കിൽ പോകണം. മണ്ടോർത്തുരുത്ത് പോയി കാണാതിരിക്കുന്നത് നല്ല അടിപൊളി പ്ലേസാണ്. എല്ലാവരും പോകണം. അവരുടെ ജീവിതത്തിൽ ഹിമ ആദ്യമായിട്ടായിരിക്കുന്നു ഇതേപോലെ വെള്ളത്തിലൊക്കെ പോയി വളരെയധികം ഹാപ്പി. എൻ്റെ തോട്ടപ്പുഴ പേടിച്ചിരിക്കുന്നു നോക്ക് അവൻ, കുസൃതിരാമൻ. ഇതുണ്ടോ ഇളങ്ങൾ പ്രണയിക്കുന്നത് പോലെ മറ്റ് ഇളങ്ങളിൽ, അതേപോലെ ഹിമയും അവരുടെ പിന്നെ എൻ്റെ മക്കൾ രണ്ടെണ്ണം. എങ്ങനെയുണ്ട്, നല്ലതല്ലേ? അമ്പിളി എവിടെ ചെന്നാലും വെള്ളത്തിൽ കിടന്ന് കളിക്കണം, വെള്ളത്തിൽ കിടന്ന് അവളോട് കളി കിടക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മരുമോനും എൻ്റെ മോളും. അവരുടെ കല്യാണം കഴിഞ്ഞ വീഡിയോസും ആൽബം ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അവർ വിരുന്നിന് പോയതാണ്. ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് എറണാകുളത്തിലേക്കാണ്. നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അടുത്ത തന്നെ അവരുടെ ഒരു വിരുന്ന് എറണാകുളത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോ ക്ലിപ്പാണ്. എന്തുണ്ട് പറയാം, വീണ്ടും മോനും മോളും. അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഒന്നും പറയാനില്ല അല്ലേ. നമ്മൾ ജീവിതത്തിൽ ഇതേപോലുള്ള സന്തോഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഏകദേശം, കാരണം ഇതൊന്നും രക്തബന്ധത്തിൽ വന്നതല്ല, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്താണ്. എന്തോ നോക്കാം, അമ്പിളി വളരെ ഹാപ്പിയാണ്. അമ്പിളിയെ കാണുമ്പോൾ അറിയാം, അമ്പിളി വളരെ ഹാപ്പിയാണ് എൻ്റെ അമ്പിളി. അതേപോലെ കൊല്ലത്തുള്ളവരുണ്ടെങ്കിൽ എൻ്റെ അമ്പിളിയുടെ അടുത്ത് പോകണം. അവൾ നല്ല പാചകക്കാരിയാണ് കേട്ടോ. അവൾ വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് അവൾ ഓർഡർ അനുസരിച്ച് അമ്പിളി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനത്തെ ചെറിയ ബിസിനസ്സൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്യുക. കൊല്ലം അമ്പിളിയാണ്, മണ്ടോർത്തുരുത്താണ് അവരുടെ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ വീട്. അപ്പോൾ നിങ്ങൾക്ക് വല്ല പാർട്ടിയോ വല്ല സദ്യയോ അങ്ങനെ വല്ല ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കുക, അവർക്കൊരു ഉപജീവന മാർഗ്ഗമാവും. ഇതെന്ത് മനോഹരമാണല്ലേ, ഒരു രക്ഷയില്ല. ഇവിടെയൊക്കെ ഒരു ആൽബം ഷൂട്ട്, എൻ്റെ പ്രത്യേകിച്ചൊരു വൈബ് തന്നെയാണ്. എൻ്റെ ഹിമ വളരെയധികം ഹാപ്പിയാണ്. അവരുടെ ജീവിതത്തിൽ ഈ വിരുന്ന് പോയ ദിനങ്ങളിൽ അവർ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കാൻ പോകുന്ന നിമിഷങ്ങൾ ഏതായാലും അമ്പിളിയുടെ കൂടെ ഉള്ളതായിരിക്കും എന്ന് എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം. അതുപോലെ തന്നെ അവരുടെ കൂടെ വന്ന എല്ലാവരും, കാരണം എന്ത് രസമാണ്. എനിക്ക് ഒന്നും പറയാൻ വയ്യ, അത്രയും മനോഹരമായിട്ട് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ മണ്ടോർത്തുരുത്ത് പോയിട്ടുള്ളവർ, അവിടുത്തെ ഈ എക്സ്പീരിയൻസൊക്കെ ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ സപ്പോർട്ടാണ് നിങ്ങളുടെ മെസ്സേജും ലൈക്കും കമൻസും ഷെയറിങ്, ഇതെല്ലാമാണ് ഞങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ചക്കര ഉമ്മ.